ഓ, പുറത്ത് പത്രക്കാർക്ക് നിരന്ന് നിൽപ്പുണ്ടല്ലോ. ഇവന്മാർക്ക് എങ്ങനെയാണോ അത് ഇത്ര പെട്ടെന്ന് ന്യൂസ് ഒക്കെ കിട്ടുന്നേ? അത് പിന്നെ സാർ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം അത്ര വലിയ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു സോഷ്യൽ മീഡിയ മനുഷ്യന്റെ തല പെരുക്കുന്നു. ഇതും കൂടെ കൂട്ടി 5ാമത്തെ ബ്ലാസ്റ്റ് എവിടെയാ ഇപ്പൊ നടക്കുന്നത്? ഡോ, താനൊരു കാര്യം ചെയ്. ആ ബ്ലാസ്റ്റ് നടന്ന ഏരിയയിലെ സ്റ്റേഷനിലെ ഇൻചാർജ് ഓഫീസറെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഇവിടെ വരാൻ പറ. സർ, ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആൾ ഓൺ ദ വേ ആണ്. ഗുഡ് ഈവനിങ് സർ. ആ, ഡോ ശിവ, താനായിരുന്നോ? താനിരിക്കെ. ഡോ, തനിക്കറിയാലോ, 2 മാസം കൊണ്ട് ഏകദേശം 5 ബ്ലാസ്റ്റാണ് ഇവിടെ സംഭവിച്ചത്. ഇന്ന് നടന്നത് തന്റെ സ്റ്റേഷൻ പരിധിയിലാണ്. സോ തന്റെ ഇൻവെസ്റ്റിഗേഷൻ അത് ഏതുവരെ എത്തി? സർ, ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ സംഭവ സ്ഥലത്തു നിന്നും കിട്ടിയ സാമ്പിൾസ് ഒക്കെ ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അതിന്റെ റിസൾട്ട് വരും. ഗുഡ്. പിന്നെ തനിക്കറിയാലോ, മുകളിൽ നിന്ന് എനിക്ക് നല്ലതുപോലെ പ്രഷറുണ്ട്. സോ എത്രയും പെട്ടെന്ന് ഈ കേസ് ഒന്ന് ക്ലോസ് ആക്കണം. ഷുവർ സർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അറിയാടോ, പിന്നെ തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ അറിയിച്ചാൽ മതി. ഞാൻ അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യാം. ഓക്കെ സർ. ശിവ, ആ ഹരി, എന്തായി? ഫോറൻസിക്കിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ശിവ സാർ. ആ, കാർത്തി. എന്തായടോ, എന്തെങ്കിലും കിട്ടിയോ? സാർ തന്ന സാമ്പിൾസ് ഒക്കെ ഞങ്ങൾ വിശദമായി പരിശോധിച്ചു. അപ്പോ അതിലുള്ള ടിഷ്യൂസും സെൽസും ഒക്കെ ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരുടേതാ. അത് വെച്ച് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കോമൺ ഫാക്ടർ സാർ തന്ന സാമ്പിൾസിൽ എല്ലാത്തിലും ഉണ്ട്. കോമൺ ഫാക്ടറോ? എന്താ അത്? ടങ്സ്റ്റൺ കാർബൈഡ്. ടങ്സ്റ്റൺ കാർബൈഡോ? അതെന്താ? സർ, ടങ്സ്റ്റൺ കാർബൈഡ് അതൊരു മെറ്റലാണ്. കൂടുതലായിട്ടും ഈ മൈനിങ് ചെയ്യുന്ന സ്ഥലത്തും പിന്നെ അയൺ ഉണ്ടാക്കുന്ന സ്ഥലത്തും പിന്നെ ഇതുപോലുള്ള ബോംബുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തും കണ്ടുവരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതങ്ങനെ പൊതുവെ നമ്മുടെ മാർക്കറ്റിലൊന്നും ലഭ്യമല്ല. ആരെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനമാണ്. സോ നിങ്ങൾ ആ രീതിയിലൊന്നും അന്വേഷിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അല്ല, ഈ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കുന്നെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണില്ലേ? ഇല്ല സർ, സാധാരണ ഇത് പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാറില്ല. ഇനി അഥവാ ആരെങ്കിലും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഹീസ് ദ വൺ. സോ താങ്ക് യു കാർത്തി. ഓക്കെ സർ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. ശിവ, ഇതൊരു നടക്കി പോണ ലക്ഷണമില്ലാന്നാ തോന്നുന്നേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഇതിനിപ്പോ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? ഓ, അതാണോ കാര്യം? അതിനെ കുറിച്ച് ഓർത്ത് നീ പേടിക്കണ്ട. കാർത്തി പറഞ്ഞതനുസരിച്ച് ഈ ടങ്സ്റ്റൺ കാർബൈഡ് ഉണ്ടാക്കുന്ന ഒരേ ഒരു ഫാക്ടറി ഇവിടെയുള്ളൂ.
സാറേ, ഇത് ഞങ്ങൾ അങ്ങനെ പുറത്തു കൊടുക്കാറില്ല. ആരെങ്കിലും പറഞ്ഞു ചെയ്യിപ്പിക്കല പതിവ്. ഒരെണ്ണം ചെയ്തു കൊടുത്താൽ ഏകദേശം 50-60 വർഷം വരെ അതിനൊന്നും പറ്റില്ല. അങ്ങനെയാ ഞങ്ങൾ ഇതിവിടെ ചെയ്തു കൊടുക്കാറ്. അല്ല, ഇത് ചെയ്യിപ്പിച്ച ആളുകളുടെ പേരോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ, ഉണ്ടല്ലോ സാറേ, ഞാനിപ്പോ എടുത്തിട്ട് വരാം. ഇതാ സാറേ, മൊത്തം 16 പേരാ ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അവരുടെ പേരും അഡ്രസ്സും ഇതിലുണ്ട്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുക. അപ്പൊ എങ്ങനെ ശിവ, പോവല്ലേ? എന്റെ ശിവ, ഇനി ഒരേ ഒരു സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ നിന്നും ക്ലൂ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് നിൽക്കേണ്ടി വരും. സ്ഥലം എത്തി, കണ്ട കോളിന് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. ആ, ഞാൻ ദേ വരുന്നു. ശിവ, ആരാ? സ്റ്റേഷനിൽ നിന്ന് അവിടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനെന്നാ പോവാണേ. ആ, ഓക്കെ. അഗ്നി. What? No criminal records? Something strange.
ശിവ, അവനാണ് കുറ്റവാളിയെന്ന് അവൻ സമ്മതിച്ചോ? നോ സർ, അറസ്റ്റ് ചെയ്തതിനു ശേഷം അവൻ ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇവനെ ഞാൻ ഇന്ന് മർമ്മത്തിലെണ്ണം കൊടുക്കുമ്പോ അവൻ എല്ലാം പറഞ്ഞോളൂ. സർ, നോ, ഐ തിങ്ക് ഹീസ് നോട്ട് റെഡി ടു ടോക്ക്. ശിവ, ഐ എം എ സീനിയർ ഓഫീസർ. അറിയാം സർ, പക്ഷേ സാറിന് അറിയാലോ ഇവിടുത്തെ സിറ്റുവേഷൻസ്. പുറത്ത് നിറച്ച് മീഡിയാസ് ഉണ്ട്. ഇവൻ എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അത് ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കും. സോ സർ പ്ലീസ്. പക്ഷെ ശിവ സർ പ്ലീസ്, 2 ദിവസത്തേക്ക് ഇവൻ എനിക്ക് വിട്ടു തരണം. ഞാൻ പറയിപ്പിക്കാം ഇവനെ കൊണ്ട് എല്ലാ സത്യങ്ങളും. എടോ, താൻ എന്താടോ ഈ പറയുന്നേ? 2 ദിവസം വിട്ടു തരാനോ? ഇവനെങ്ങാനും ചാടിപ്പോയാൽ? സർ പ്ലീസ്, 2 ദിവസത്തേക്ക് മാത്രം ഇവനെ എനിക്കൊന്ന് വിട്ടു തരണം. അഥവാ എന്തെങ്കിലും സംഭവിച്ച എനിക്കെതിരെ സാറിന് എന്ത് ആക്ഷൻ വേണോ എടുക്കാം. എടോ താൻ. ആ ഓക്കെ, 2 ദിവസം. 2 ദിവസത്തേക്ക് ഇവനെ ഞാൻ തനിക്ക് വിട്ടുതരാം. അത് കഴിഞ്ഞു ഇവനൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവന്റെ കാര്യം താനങ്ങ് മറന്നേക്ക്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. എന്റെ ആശാനെ, ഇങ്ങനെ കൊതിപ്പിക്കാതെ ബാക്കി എന്താ നടന്നു വെച്ചൊന്ന് പറയേ. ഡാ, നീ ഇങ്ങനെ ആക്രാന്തം കാണിക്കാതടാ, ഞാൻ പറയല്ലേ. ഡാ, ഈ വെണ്ണക്കല്ലിൽ കുത്തിയെടുത്ത് ശില്പമെന്നൊക്കെ പറയൂലേ, അതുപോലെയായിരുന്നു അവള്. ഒന്ന് ആസ്വദിച്ചങ്ങ് വരെയായിരുന്നു. അപ്പോഴത്തേക്കും അവൾ എന്നെ തള്ളിയിടിച്ചങ്ങ് ഓടി. ഞാൻ വിടുവോ അവളെ? വിട്ടില്ല. പുറകെ നിന്ന് കമ്പി വെച്ച ഒരു ഒച്ചയടി. പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ, അങ്ങ് നന്നായി അർമാദിച്ചു. ആ സമയത്ത് ഞാൻ പോലീസിന്റെ കാര്യമൊന്നും ഓർത്തില്ല. ഏതോ ഒരു ചെറുക്കൻ ഇത് കണ്ടും കൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. സാരില്ല, നാളെ എന്റെ വക്കീല് വന്നെ ഇറക്കുന്നുണ്ട്. ഇറങ്ങിയിട്ട് വേണം അവനും കാണുമല്ലോ ഒരു പെങ്ങള്, അവളെ ഒന്ന് പോയി കാണാൻ.
ഹലോ. എന്താടോ, എന്താ പറ്റിയേ? അത് പിന്നെ സാർ, ഇന്ന് രാവിലെ എടോ, ഇന്നലത്തെ മർഡർ കേസില്ലേ, അവനെ ഇറക്കി വിട്ടേക്ക്. അവനെ കൊണ്ടുപോവാൻ അവന്റെ വക്കീൽ വന്നിട്ടുണ്ട്. ഓക്കെ സാർ. ആ പിന്നെ താനൊരു കാര്യം ചെയ്യ്, ഇന്നലത്തെ ബോംബ് ബ്ലാസ്റ്റ് ഇല്ലേ, അവനെ ഇറക്കി സാറിന്റെ റൂമിൽ കൊണ്ടിരുത്ത്. സാർ ഇപ്പൊ വരും. ഓക്കെ സാർ. ഭയങ്കര വിഷമാണല്ലോ. പേടിക്കണ്ട, ഞാൻ വൈകാതെ തന്നെ തിരിച്ചു വരും. എന്നിട്ട് ഇതുപോലെ ഇറങ്ങി പോവുകയും ചെയ്യും. താൻ ആരാ? വാട്ട്? താൻ എന്താണോ ഈ പറയുന്നേ? അതെ സാർ, എനിക്ക് തോന്നുന്നത് അവൻ എന്തോ ഒരു മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നാ. സോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ സാർ ഒന്ന് ഓർഡർ ആക്കി തരണം. എടാ ശിവ, അതൊക്കെ വലിയ ഹൈ റിസ്ക് ഉള്ള കാര്യമാണ്. ഡോക്ടർ കൺസൾട്ടിന്റെ സമയത്ത് ആ കുറ്റവാളി എങ്ങനെ ചാടിപ്പോയാലുള്ള അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ശിവ, എനിക്ക് ഈ ഓർഡർ തരാൻ പറ്റില്ല. അവര് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ അവർ രക്ഷപ്പെട്ടേനെ. പക്ഷെ അവനത് ചെയ്തില്ല. സ്റ്റേഷനിൽ അത്രയും ഓഫീസ് ഹീസ് ഇൻ ഹോസ്പിറ്റൽ നൗ. പക്ഷേ അതേ സമയത്ത് ഇവൻ ഇത്രയും ഇഞ്ചുറീസ് ഉണ്ടായിട്ട് പോലും ഹീ സ്റ്റാൻഡ് ലൈക്ക് എ റോക്ക്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാ, എന്തോ ഒരു സ്ട്രേഞ്ച് അവന്റെ പിന്നിലുണ്ട്. ഇനി ഞാൻ പറഞ്ഞ സാറിന് വിശ്വാസമായില്ലെങ്കിൽ സാർ അന്ന് നേരിട്ട് കണ്ടതല്ലേ അവനെ. എടോ ശിവ, സാർ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത്രയും വലിയ ഇഞ്ചുറീസ് ഉണ്ടായിട്ടും ഒരു ഇഞ്ച് പോലും അനങ്ങാൻ നിന്നെങ്കിൽ ഹി ഈസ് നോട്ട് എ ഹ്യൂമൻ ബീയിങ്. ശിവ, താൻ എന്താ പറയുന്നേ? പിന്നെ അവൻ മനുഷ്യനല്ലാണ്ട് എന്ത് ഏലിയനാണോ? അങ്ങനെയല്ല സാർ. സാധാരണ മനുഷ്യർക്ക് ഒരു ചെറിയ മുറിവ് കയ്യിൽ വന്നാൽ മതി, അതിന്റെ പെയിൻ എന്ന് പറയുന്നത് സഹിക്കാവുന്നതിലും അധികമായിരിക്കും. പക്ഷെ ഇവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആണ്. അതിന്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ട് അവൻ നോർമലായിട്ട് തന്നെയാണ് നടന്നു വരുന്നത്. ഓക്കെ ശിവ, തനിക്കെന്താ ഇപ്പൊ ഓർഡർ വേണം? ശരി, ഞാൻ തരാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഡോക്ടറിനെ മാത്രം കൺസൾട്ട് ചെയ്യാം. ഷുവർ സർ. May I come in, doctor? Yes.
ഐ എം ACP ശിവരുദ്ര. കുറച്ചു മുന്നേ സാറ് വിളിച്ചിരുന്നു. സർ, ഞാൻ കേസ് വായിച്ചായിരുന്നു. സോ എന്നെക്കാളും നന്നായിട്ട് ഈ കേസ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഡോക്ടർ ഉണ്ട്. എന്റെ ജൂനിയറാ. ഇതാ ആളുടെ അഡ്രസ്. സാറ് പോയി കണ്ടാൽ മതി. ബാക്കിയെല്ലാം ആൾ നോക്കിക്കോളൂ. അല്ല ഡോക്ടർ, ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻസി നടത്താൻ പറ്റൂ. സോ പുറത്തെങ്ങനെയാ ഞങ്ങൾ കൊണ്ടുപോവാ? അയ്യോ സാർ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആള് 2 ദിവസമായിട്ട് ലീവാണ്. സോ ആളുടെ വീട്ടിൽ പോയി ഒന്ന് പറഞ്ഞ് പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് വിശദീകരിച്ചാൽ ആൾക്ക് അടുത്ത് ഹോസ്പിറ്റലിൽ വരുമ്പോ ജോലി കുറച്ചുകൂടി ഈസിയാവും. പിന്നെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ ഹോസ്പിറ്റലിൽ തന്നെ ആ ഡോക്ടർ വർക്ക് ചെയ്യുന്നേ. ഡോക്ടർ പറയുന്നതനുസരിച്ച് പേഷ്യന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അത് റിസ്ക് എടുക്കണ്ടല്ലോ. താങ്ക് യു ഡോക്ടർ. ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ കൊച്ചിനെ ഇങ്ങനെ കണ്ടതും കടിയതും വാങ്ങിച്ചു കൊടുക്കരുതെന്ന്. അതിന് മാത്രം ആരടി നീ ഇവന്റെ? മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണം എന്റെ വീട്ടിൽ നിന്ന്. അമ്മ, ചേച്ചി ഇങ്ങനെ വഴക്ക് പറയല്ലേ. ചേച്ചിയോ? ഏത് ചേച്ചി? എന്റെ വയറ്റിലേ നീയേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് കണ്ടവളൊന്നും പിടിച്ച് നിന്റെ ചേച്ചിയാക്കാൻ എനിക്ക് പറ്റില്ല. ഇങ്ങോട്ട് കയറി വാടാ. അവള് വന്നേക്കുന്നു. എക്സ്ക്യൂസ് മീ. ആരാ? മനസ്സിലായില്ല. ഡോക്ടർ ആരാധ്യ? അതെ, ഞാനാണ്. ഐ എം ACP ശിവരുദ്ര. ഡോക്ടർ ശ്യാം പറഞ്ഞിട്ട് വരുവാ. ഓ, പ്ലീസ് കം. അല്ല ഡോക്ടർ, ഇത് ഹീസ് മൈ ബ്രദർ. അല്ല, അപ്പോ അവിടെ കണ്ടത്? കൂടെ പറപ്പാവാൻ ഒരമ്മയുടെ വയറ്റിലോ ഒരച്ഛന്റെ മക്കളായിട്ടോ ജനിക്കണമെന്നില്ലല്ലോ സാർ. സാറിനൊന്നും മനസ്സിലായില്ലല്ലേ? ഒരു 5 വർഷം മുമ്പ് ഈ നാട്ടിലൊരു സീരിയൽ കില്ലിംഗ് ഉണ്ടായിരുന്നു. ടീനേജായ കുട്ടികളെല്ലാം കടത്തിക്കൊണ്ടുപോയി അവരെ ക്രൂരമായി ഉപദ്രവിച്ച് അവരുടെ തലമുടിയൊക്കെ വെട്ടി കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലിംഗ്. ഓർമ്മയുണ്ടോ സാറിനത്? ഓർമ്മയുണ്ട്. പക്ഷേ ആ സമയത്ത് ഞാൻ സർവീസിൽ ഇല്ലായിരുന്നു. അതിലെ ഒരു വിക്ടിം എന്റെ അനിയനാ. അന്നതൊക്കെ വലിയ കേസായി കുറ്റവാളിയെ കണ്ടുപിടിക്കുകയും ചെയ്തു. ആ കുറ്റവാളിയാ സാർ നേരത്തെ കണ്ട ആ പയ്യൻ. സാറിന് ഇനിയും മനസ്സിലായില്ലേ? ഹി കിൽഡ് മൈ ബ്രദർ. അന്ന് അവന് ചെറിയൊരു മെന്റൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കാരണമാ അവൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അന്ന് അവനെ കൺസൾട്ട് ചെയ്തത് ഞാനാ. പക്ഷെ ഇപ്പോ അവൻ നോർമലാ. മനസ്സിൽ ഒരുപാട് കുറ്റബോധവും ഉണ്ട്. സോ ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവനെ കുറ്റപ്പെടുന്നതിന് പകരം അവനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? പിന്നെ ആ അമ്മ പ്രശ്നം ഉണ്ടാക്കുന്നത് സ്വന്തം അനിയനെ കൊന്നിട്ടും അവർക്ക് ഞാൻ വീണ്ടും സഹായം ചെയ്യുന്നത് എന്തോ ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ അത് സാറ് കാര്യമാക്കണ്ട. പിന്നെ സാറ് വന്നത് മനസ്സിലായി. നാളെ തന്നെ പേഷ്യന്റിനെ കൊണ്ടുവന്നോളൂ. ഐ വിൽ ബി ദേർ.
ഇൻട്രസ്റ്റിംഗ്. നീ എന്താ വിചാരിച്ചേ? വല്ല പ്രാന്ത് നീ ഒന്ന് കാണിച്ചാ ഞാൻ നിന്നെ നൈസായിട്ട് അങ്ങ് ഇറക്കി വിടുമെന്ന് വിചാരിച്ചോ? നീയാണത് ചെയ്തെങ്കിൽ അതിനുള്ളത് നീ അനുഭവിച്ചിട്ട് ഇവിടെ നിന്ന് പോവും. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ആ സർ, ഇവിടെ എല്ലാം ഓക്കെയാണ്. പേഷ്യന്റിനെ കൊണ്ടുവന്നോളൂ. സോറി, ഞാൻ കണ്ടില്ല. ഇറ്റ്സ് ഓക്കെ സർ. എടോ, അവനിങ്ങ് കൊണ്ടുവന്നേക്ക്. ഓക്കെ സർ. ഡോക്ടർ, ഡോക്ടർ. ആ ഹാൻഡ് കഫ് ഒന്ന് റിമൂവ് ചെയ്യണേ. അല്ല ഡോക്ടർ, അത് ഇറ്റ്സ് ഓക്കെ, അത് റിമൂവ് ചെയ്തേക്ക്. സാർ, നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം. പേഷ്യന്റിനും ഡോക്ടറിനും മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇന്നു മുതൽ തൻ്റെ ചെക്കപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഐ ആം ഡോക്ടർ ആരാധ്യ. ഫസ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്, അതുകൊണ്ട് തൻ്റെ ഷർട്ട് ഒന്ന് ഊരേണ്ടി വരും. ഡോക്ടർ, ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ സംഭവിച്ച മുറിവുകളാണ് ആ ബോഡിയിൽ കാണുന്നത്. പിന്നെ നേരത്തെ ഉണ്ടായ മുറിവുകളുടെ പാടുകളും ആ ബോഡിയിലുണ്ട്. പിന്നെ ബ്രെയിനിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ബ്രെയിൻ മെക്കാനിസം എല്ലാം നോർമലായിട്ടാണ് നടക്കുന്നത്. അതുമാത്രമല്ല, ഹിസ് ബ്രെയിൻ ഈസ് വെരി ഹെൽത്തി. ഇത്ര മുറിവുകളുണ്ടായിട്ടും ബ്രെയിൻ മെക്കാനിസം നോർമൽ ആണെന്നോ? സംതിങ് സ്ട്രേഞ്ച്. ഹായ് അഗ്നി. ഹായ് ഡോക്ടർ. അഗ്നി,
എനിക്ക് ആദ്യം അറിയേണ്ടത് തന്റെ ഫിസിക്കൽ സ്ട്രെങ്തിനെ കുറിച്ചാ. ഇതിനു മുമ്പ് തനിക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇതിനു മുമ്പ് എനിക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് പറ്റിയിട്ടില്ല. പക്ഷേ തന്റെ ബോഡിയിൽ ഒരുപാട് മുറിവുകളുണ്ടല്ലോ, അതെങ്ങനെയാ വന്നേ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലെന്നോ? ഓർമ്മയില്ലാതിരിക്കാൻ അത് കുട്ടിക്കാലത്ത് സംഭവിച്ച മുറിവുകളൊന്നും അല്ലല്ലോ. ഞാൻ ഓർക്കുന്നില്ല. ഒരു സൈക്കാട്രിസ്റ്റിനോട് 3 തരത്തിലുള്ള പ്രതികരണമാണ് ഒരു പേഷ്യന്റിന് ഉണ്ടാവുക. 1, ശത്രുവിനോട് സംസാരിക്കുന്നത് പോലുള്ള പ്രതികരണം. 2, അഫക്ഷനായിട്ടുള്ള റിപ്ലൈ. 3, അറിയില്ല എന്ന് കള്ളം പറയുക. നിർഭാഗ്യവച്ചാൽ ഇതിൽ 3ലും ഇയാൾ ഉൾപ്പെടുന്നില്ല. സത്യസന്ധമായ ഉത്തരമാണ് ഇയാൾ തരുന്നെങ്കിലും സംതിങ് സ്ട്രേഞ്ച് ഓൺ ഹിസ് ക്യാരക്ടർ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. ആ ഫെലിക്സ്, ഒന്ന് പുറത്തേക്ക് വരാമോ ഡോക്ടർ? ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. എന്താ ഫെലിക്സ്, എന്താ പ്രശ്നം? ഡോക്ടർ, ഇത് അഗ്നിയുടെ ബ്ലഡ് റിസൾട്ടാ. ആളുടെ ബ്ലഡിൽ എൻഡോർഫിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. വാട്ട്? അതെ ഡോക്ടർ, ആളുടെ ബ്രെയിൻ എൻഡോർഫിൻ അമിതമായ അളവിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഡോക്ടറിനൊരു കാര്യം അറിയാലോ, ഈ എൻഡോർഫിൻ എന്ന് പറയുന്നത് മോർഫിന് തുല്യമാണ്. അപ്പോ അതുകൊണ്ടാണ് ഇത്രയും വലിയ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടും അഗ്നിക്ക് പെയിൻ ഒന്നും ഫീൽ ആവാത്തത്. അപ്പൊ ഡോക്ടർ എന്നാ പിന്നെ സോ അഗ്നി, തനിക്കിപ്പോ എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഐ എം സോറി അഗ്നി, ഞാനിപ്പോ തന്നെ പിന്നെ വെച്ച് കുത്തിയായിരുന്നു. ഓ, ഐ എം സോറി. ഏയ് സാരമില്ല. സാർ. ആ ഡോക്ടർ, എന്തായി? അത് പിന്നെ സാർ, വാട്ട്? ഡോക്ടർ എന്തായി പറയുന്നേ? അതെ സാർ, അഗ്നിക്ക് വേദന തിരിച്ചറിയാൻ കഴിയില്ല. പിന്നെ ഇനി കുറച്ച് ചെക്കപ്പ് കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് ഫൈനലായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയും. ഓക്കെ ഡോക്ടർ, ടൈം എത്ര വേണമെങ്കിലും എടുത്തോളൂ. പക്ഷേ അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയണം. ഓക്കെ സാർ, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണാനുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. ഹരി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേടാ? ഏയ് ഇല്ലടാ, നീ പേടിക്കൊന്നും വേണ്ട. 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആയിക്കോളും. അല്ല ശിവ, അവന്റെ കാര്യം എന്തായി?
അത് ഹരി. വാട്ട്? നീ അതും വിശ്വസിച്ച് അവനെ ഡോക്ടർ കൺസൾട്ടൻസിക്ക് വിട്ടു അല്ലേ? ഡോ, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ ഹരി, അവൻ ആ പോലീസ് ഓഫീസേഴ്സിനെ ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ക്രിമിനലിനെ മാത്രമേ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവനാരാന്ന് നിനക്കറിയാലോ. അവനതൊക്കെ കിട്ടേണ്ടത് തന്നെയാ. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്നും അറിയാത്ത എത്ര കുട്ടികള്, എത്ര അമ്മമാര്, ഇവരെയൊക്കെ ഒറ്റ നിമിഷം കൊണ്ടല്ലേ ആ മാറി ചുട്ടരിച്ച് കളഞ്ഞത്. അവനേക്ക് പച്ചയ്ക്ക് വെട്ടിയരിയാ വേണ്ടത്. പക്ഷെ നീ എന്താ ഈ ചെയ്യുന്നേ? അവനെ ആ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി, ഈ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി, വെറുതെ സമയം കളയാനായിട്ട്. എന്റെ പൊന്നു ഹരി, ഞാൻ പറഞ്ഞതല്ലേ, ഡോക്ടർ പറയുന്നതനുസരിച്ച് അവൻ എന്തോ ഒരു സൈക്കിക് ഡിസോർഡർ ഉണ്ട്. സൈക്കിക് ഡിസോർഡർ മയിലാണ്. അവന് ഒരു തേങ്ങയുമില്ല. എല്ലാം അവന്റെ അഭിനയായിരിക്കും. നീയല്ലേ പറഞ്ഞത് അന്ന് അവനെ നമ്മൾ പിടിച്ചെടുത്ത് അവനെതിരെയായിരുന്നു എല്ലാ തെളിവെന്നും? പിന്നെ എന്തുകൊണ്ടാ നീ ഇങ്ങനെ പറയുന്നേ? അത് ശരിയാ, തെളിവുകളെല്ലാം അവനെതിരെ തന്നെയായിരുന്നു. പക്ഷേ അത് ആരെങ്കിലും അവനെ വിരിച്ച ട്രാപ്പ് ആണെങ്കിലോ? ശിവ, നീ എന്താ ഈ പറയുന്നേ? അതെ ഹരി, ഐ തിങ്ക് ഹീസ് ഇന്നസെന്റ്. കാരണം ഞാൻ അവന്റെ ക്രിമിനൽ റെക്കോർഡ്സ് പരിശോധിച്ചു. ഒരു പെറ്റി കേസ് പോലും അവന്റെ പേരിലില്ല. ആ സ്ഥിതിക്ക് എനിക്ക് അവനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് മതി ശിക്ഷയും ബാക്കി കാര്യങ്ങളും. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്താന്ന് വെച്ചാ കാണിക്ക്. ഞാൻ എവിടെ നിന്ന് ഇറങ്ങട്ടെ? അതൊക്കെ വിടു നീ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ആ, ഞാൻ കഴിച്ചായിരുന്നു. ആ, അല്ല, മെഡിസിൻസ് അല്ലേ? അതൊക്കെ ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. എന്താ മോളസേ, ഒറ്റയ്ക്കാണോ? വേണമെങ്കിൽ ചേട്ടനൊന്ന് കൂട്ടായിട്ട് വരാം. ഷെടാ, ഇങ്ങനെ ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലേ? ചേട്ടന് വിഷമാവില്ലേ? വേണമെങ്കിൽ ഒരു കമ്പനി തരാടോ. കമ്പനി ഞാൻ തന്നാ മതിയോ നിനക്ക്? എടാ, ഓടിക്കോ ഓടിക്കോ. ശിവേട്ടാ, നീ എന്താ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക്? അത് ഞാൻ ഹരിയേട്ടന് ഫുഡ് കൊടുത്തിട്ട് വരുന്ന വഴിയാ. ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നത് ജാനകി ചേച്ചിയെ കൂട്ടായിരുന്നില്ലേ? അത് ശിവേട്ട, ചേച്ചിയുടെ ഹസ്ബൻഡിന് തീരെ സുഖമില്ല. അപ്പോ ചേച്ചിയുടെ വീട്ടിൽ പോയേക്കുവാ. അതാ ഞാൻ പിന്നെ. ശരി, നീ വന്ന് വണ്ടി കയറ്. ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണ്ട, ഞാൻ നിന്നെ വീട്ടിലോട്ടാക്കാം.
പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. അത് പിന്നെ ശിവേട്ട, എനിക്ക് ശിവേട്ടനെ. സാക്ഷി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള അനാവശ്യ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും പറയരുതെന്ന്. ഞാൻ അനാവശ്യ കാര്യമല്ലല്ലോ ശിവേട്ട പറഞ്ഞത്, എനിക്കിഷ്ടമാണെന്നല്ലേ. അത് തന്നെ അനാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞത്. ദേ നോക്ക് സാക്ഷി, ഹരിക്ക് നീ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്കും. അതിലുപരി എനിക്ക് നിന്നോട് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്നോട് ആദ്യമേ എന്താ ഇതൊന്നും പറയാത്തെ? അന്ന് ഞാൻ അതിനൊന്നും പറയാത്തത് ഒരു 15 വയസ്സുകാരിയുടെ പക്വതയില്ലായ്മ, അതിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ശിവേട്ട, എനിക്ക് ഇപ്പോഴും ഇഷ്ടാ ശിവേട്ടനെ. നിനക്കെന്താ പറഞ്ഞോ മനസ്സിലാവില്ലേ? 5 വർഷമായിട്ട് ഞാൻ ഇതാ പറയുന്നേ, എനിക്ക് നിന്നെ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. ശരി, എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നെങ്കിലും ഒന്ന് പറ. ഇറങ്ങടി. നിന്റെ അടുത്ത് ഇറങ്ങാനാ പറഞ്ഞത്.